എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ലിംഗത്തിനുണ്ടാവുന്ന വളവും അതുപോലെ തന്നെ വേദനയും എന്നതിനെ പറ്റിയിട്ടാണ്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, കോഴിക്കോട്, നടക്കാവ്. പലപ്പോഴും ആളുകൾ പുറത്ത് പറയാൻ മടിക്കുന്ന ഒരു കണ്ടീഷനാണ് സെക്ഷലി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളെ പറ്റിയിട്ട്. അപ്പം അതിന് ഒരു കൃത്യമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ് എന്നുള്ള ഒരു ധാരണ ഇല്ലാത്തതിനാൽ തന്നെ പലപ്പോഴും ആളുകൾ ഇത് തെറ്റായ രീതിയിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സെക്ഷൽ വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അറിവ് നൽകുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കണ്ടീഷൻസ് ലിംഗത്തിനുണ്ടാകുന്ന വളവ്, അതുപോലെ തന്നെ വേദന. ഈ ഒരു കണ്ടീഷനെ നമ്മൾ മെഡിക്കൽ ടേമിൽ പറയുമ്പോൾ പൈറനോസിസ് ഡിസീസ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. പലപ്പോഴും ഇതുണ്ടാകുമ്പം ആളുകൾ ഒരു ട്രീറ്റ്മെൻറ്റിന് പോവാതെ തന്നെ അവരുടെ ദാമ്പത്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഈ സെക്ഷലി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ആദ്യം പറയേണ്ടായി ഒരു പോസിറ്റീവ് അവെയർനെസ് എന്ന് കരുതിയിട്ടാണ്. 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആർക്കും ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാവുന്നതാണ്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, കോഴിക്കോട്, നടക്കാവ്. പറയേണ്ടായി ആദ്യം തന്നെ പൈറനോസിസ് ഡിസീസ് എന്നാണ് മെഡിക്കലി ഈ ഒരു ബുദ്ധിമുട്ടിനെ പറയാറുള്ളത്. ഇതുണ്ടാകുന്നതിനുള്ള പ്രധാന റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ ലിംഗത്തിന്, അതായത് പുരുഷന്മാരുടെ ലിംഗത്തിനുണ്ടാകുന്ന ഒരു ഫൈബ്രസ് പ്ലേഗ് ആ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നത് മൂലം തന്നെ ഉദ്ധരിക്കുന്ന സമയത്ത് അത് പ്രോപ്പർലി ഉദ്ധാരണം കിട്ടാതിരിക്കുകയും അതിന് ഒന്നുകിൽ താഴത്തേക്കോ അല്ലെങ്കിൽ സൈഡിലേക്കോ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഒരു ബെൻഡ് വരുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകാറുള്ളത്. ഇത്തരത്തിൽ ബെൻഡ് വരുന്നത് മൂലം തന്നെ അവരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട്. ഇത്തരത്തിൽ ഈ പൈറനോസിസ് ഡിസീസ് ഉണ്ടാവുന്നത് മൂലം കാണിക്കുന്ന കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് ലിംഗത്തിന് അസാധാരണമായ വേദന ഉണ്ടാവുക, ഉദ്ധരിക്കുന്ന സമയത്ത് പെയിൻ ഫീൽ ചെയ്യുക, പ്രോപ്പർലി ഉദ്ധാരണം കിട്ടാതിരിക്കുക, ഉദ്ധരിക്കുന്ന സമയത്ത് ഒരു ഭാഗത്തേക്ക് ബെൻഡ് ഉണ്ടാവുക, ആ ഭാഗങ്ങളിൽ തന്നെ ഒരു ഫൈബ്രസ് പ്ലേഗ്, അതായത് ഒരു കട്ടിപ്പ് പോലെ ലിംഗത്തിൻ്റെ മുകളിൽ ഫീൽ ചെയ്യുക. ചില ആളുകളിൽ ഇത്തരത്തിൽ ഉണ്ടാകുമ്പം ഉദാഹരണം കിട്ടാത്തൊരു ഇറക്ഷൻസ് വീക്ക് ആവുന്ന ഒരു കണ്ടീഷൻസ് ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇൻ്റർകോഴ്സ് ബുദ്ധിമുട്ടാവുക. കാരണം ഇതൊരു സൈഡിലേക്കൊക്കെ ബെൻഡ് ആകുമ്പോൾ പ്രോപ്പർലി ഒരു ഇൻ്റർകോഴ്സ് സാധ്യമല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവുക തുടങ്ങിയവയാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മൂലം ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ. ഇനി ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലിംഗത്തിനുണ്ടാകുന്ന ചെറിയ ചെറിയ ഇഞ്ചുറീസുകൾ ഇതിനൊരു പ്രധാന കാരണങ്ങളാണ്. സെക്ഷൽ കോയിഷൻ്റെ സമയത്ത് നടക്കുന്ന ചെറിയ ചെറിയ ഇഞ്ചുറീസ് മൂലം ആ ഭാഗങ്ങളിൽ സ്കാർ ടിഷ്യൂ ഫോം ആവുകയും അതൊരു ഫൈബ്രസ് പ്ലേഗ് ആയിട്ട് ഫോം ചെയ്യുകയും ചെയ്യുന്നത് ഒരു പ്രധാന കാരണമാണ്. മറ്റൊരു റീസൺ എന്താ വെച്ചാൽ ഏജ് ആവുന്ന ആളുകളിൽ ടിഷ്യൂവിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയുകയും അതുമൂലം തന്നെ ഒരു ഫൈബ്രസ് പ്ലേഗ് ഫോം ചെയ്യുകയും ഇത്തരത്തിൽ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ അല്ലെങ്കിൽ താഴത്തേക്കോ ഒക്കെ ബെൻഡ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. മറ്റൊരു പ്രധാന റീസൺസ് ആണ് വാസ്കുലാർ ആയിട്ടുള്ള ഡിസീസസ് ഉണ്ടാവും, പ്രധാനമായിട്ട് നമ്മുടെ ഡയബറ്റിക് ആയുള്ള ആളുകൾ, അതുപോലെ തന്നെ ക്രോണിക് സ്മോക്കേഴ്സ് ആയിട്ടുള്ള വ്യക്തികളിലൊക്കെ ഇത് കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മറ്റൊരു റീസൺ ആയിട്ട് കാണാറുണ്ട് കമന്ന് കിടന്ന് മാസ്റ്റുർബേഷൻ ചെയ്യുന്ന വ്യക്തികളിലൊക്കെ ഇത്തരത്തിൽ പെനിസിന് ഇഞ്ചുറീസ് വരാനുള്ള ചാൻസ് കൂടുതലാവുകയും അതുമൂലം തന്നെ ഇത്തരത്തിൽ ഫൈബ്രസ് പ്ലേഗ്സ് ഫോം ചെയ്തിട്ട് പൈറനോസിസ് ഡിസീസിലേക്കൊക്കെ എത്താറുണ്ട്. ഇനി ഇത്തരത്തിലൊരു ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എപ്പോഴാണ് ഡോക്ടറെ കാണിക്കേണ്ടത് എന്ന് വെച്ചാൽ ഇൻ്റർകോഴ്സിൻ്റെ സമയത്ത് പെയിൻ വളരെ ഫീൽ ചെയ്യുക, അതുപോലെ തന്നെ ഇൻ്റർകോഴ്സ് സാധ്യമല്ലാത്തൊരവസ്ഥ ഉണ്ടാവുക, അതുപോലെ തന്നെ ഈ വളവ് കൂടുതലായിട്ട് കാണിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഇനി ഇത്തരത്തിലൊരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ടെസ്റ്റുകൾ സാധാരണയായിട്ട് ചെയ്യാറുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ ഒരു പ്രധാന ഘടകമാണ്. ഡോക്ടറുടെ ഒരു ഫിസിക്കൽ എക്സാമിനേഷൻസ് കൺസൾട്ടേഷൻ സമയത്ത് എടുക്കാറുണ്ട്. പെനൈൽ ഡോപ്ലറാണ് മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻ ടെസ്റ്റായിട്ട് കൊടുക്കാറുള്ളത്. ഇനി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഈ പൈറനോസിസ് ഡിസീസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രതിരോധിക്കുക എന്നുള്ളത്, നോർമലി നമ്മുടെ പെനിസിന് ലെഫ്റ്റിലേക്കോ അല്ലെങ്കിൽ റൈറ്റിലേക്കോ ചെറിയൊരു സ്ലൈറ്റ് ആയിട്ടുള്ള ബെൻഡ് നോർമലാണ്. അത് കൂടുതലായിട്ട് വളരെയധികം കൂടുതലാവുക, അതുപോലെ തന്നെ സെക്ഷൽ ഇൻ്റർകോഴ്സിന് അതൊരു ബുദ്ധിമുട്ടാവുന്ന തരത്തിലാവുക എന്നീ സമയങ്ങളിലാണ് നമ്മളെപ്പോഴും ഒരു ഡോക്ടറുടെ ഒരു കൺസൾട്ടേഷൻ ആവശ്യമായിട്ട് വരുന്നത്. അതൊരു എബോവ് 30 ഡിഗ്രിയിലുള്ള കണ്ടീഷൻസിലൊക്കെ ഒരു സർജറിയാണ് ഒരു മെയിൻ ഓപ്ഷൻസ് ആയിട്ട് പോകാറുള്ളത്. മറ്റുള്ള കണ്ടീഷൻസിലൊക്കെ, അതിൽ കുറവുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് മെഡിസിനൽ ട്രീറ്റ്മെൻറ്റ് വഴിയും അതുപോലെ തന്നെ ജനറൽ മാനേജ്മെൻറ്റ് വഴിയൊക്കെ നമുക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇത്തരത്തിലുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അതിനെ പ്രതിരോധിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനെ ആദ്യം തന്നെ എങ്ങനെയാണ് നമുക്കത് പ്രതിരോധിക്കാൻ പറ്റുക എന്നുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമുക്കൊരു ജെൻറ്റിൽ മസാജ് ചെയ്യാവുന്നതാണ്. വളരെ ഹാർഡായിട്ട് നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഫൈബ്രസ് ടിഷ്യൂസ് ഉണ്ടാവുകയും ആ ഭാഗങ്ങളിൽ വീണ്ടും സ്കാർ ടിഷ്യൂസ് ഫോം ചെയ്യാനുള്ള ചാൻസ് ആണ് കൂടുതലായിട്ട് ഉണ്ടാകാറുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ജെൻറ്റിൽ മസാജിങ് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള സെക്ഷൽ പ്രൊസീജിയേഴ്സ് ഇതാക്കുക, അതായത് പൊസിഷൻസുകളൊക്കെ അതിനായി
സേഫ് ആയിട്ടുള്ള സെക്ഷൽ പ്രൊസീജിയേഴ്സ് മോണിറ്റർ ചെയ്യുക എന്നുള്ളത് മറ്റൊരു പ്രധാന ഘടകമാണ്. അതായത് ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള സേഫ് ആയിട്ടുള്ള സെക്ഷൽ പോസ്റ്റേഴ്സ് സ്വീകരിക്കുക എന്നുള്ളത്. മറ്റൊന്ന് സ്മോക്കിംഗ് ഒഴിവാക്കുക. നമ്മുടെ ഡയബറ്റിക്സ് ഒക്കെ കൺട്രോളിൽ വരുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത്തരത്തിലൊക്കെ ഒരു സ്കാർ ടിഷ്യൂസ് ഒക്കെ ഫോം ചെയ്തതായിട്ട് അല്ലെങ്കിൽ ഒരു ബെൻഡുള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് നമ്മുടെ കൊളാജൻ ടിഷ്യൂസ് ഫോം ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ചീര, ബ്രൊക്കോളി തുടങ്ങിയവയൊക്കെ നമ്മുടെ ചീര, ബ്രൊക്കോളി തുടങ്ങിയവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഓറഞ്ച്, മുസമ്പി തുടങ്ങിയവ ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. നമ്മുടെ പെനിസിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ വാട്ടർ മെലോൺ, അതായത് തണ്ണിമത്തൻ പോലെയുള്ളവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പെനിസിലേക്കുള്ള രക്തോട്ടം ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ വാട്ടർ മെലോൺ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിക്കാവുന്ന ഒരു ജ്യൂസാണ് ഒരു പൊമഗ്രാനൈറ്റ്, അതായത് ഒരു മാതളവും ഒരു അര ഭാഗം ബീട്രൂട്ടിൻ്റെയും കൂടെ ജ്യൂസാക്കിയിട്ട് നിങ്ങൾക്ക് ദിവസവും രാവിലെ കഴിക്കുന്നത് ഇത്തരത്തിലുള്ള പെനിസിലേക്കുള്ള രക്തോട്ടം വർദ്ധിപ്പിക്കുന്നതിനും അത് നമ്മുടെ സ്പേംസിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിനും നല്ല രീതിയിൽ ഉദാഹരണം കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അവ നിങ്ങൾക്ക് കഴിച്ചു നോക്കാവുന്നതാണ്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഡയറ്റ് ജീൻസുകൾ ഒഴിവാക്കുക എന്നുള്ളത്. ഭക്ഷണത്തിൽ നമ്മൾ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക, അധികമായിട്ടുള്ള പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക, പുകവലി, മദ്യപാനം തുടങ്ങിയ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി ഏറ്റവും നൂതന ടെക്നോളജി ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയിട്ട് രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുകയും ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ട്രീറ്റ് ചെയ്യാറുള്ളത്. യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഈ മരുന്നുകൾ ആർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, കോഴിക്കോട്, നടക്കാവ്.